ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ അറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഇൻഫോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം നമുക്ക് എന്തായാലും കമോഡിറ്റി മാർക്കറ്റിലോട്ടാണ് പോകേണ്ടത്. ക്രൂഡിൻ്റെ ഒരു നില ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബ്രെൻഡിലും WT ക്രൂഡിലൊക്കെ അല്പം ഇന്നിപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് മാർക്കറ്റിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ 9 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ നേട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് $75 ലെവലായിരിക്കും. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $84 ലെവലിലാണ് കാണുന്നത്. ഇനി ഗോൾഡ് നോക്കാം. ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്ന് കാണുന്നത് 4037 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. നേരിയ ഒരു ഇടിവ് ഇന്ന് ഗോൾഡിലെ ട്രേഡിങ്ങിൽ ഈ ഒരു മിനിറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? സ്വർണ്ണത്തിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നുണ്ടെങ്കിലും നല്ലൊരു സപ്പോർട്ട് ബേസ് സ്വർണ്ണത്തിന് $3945 ലെവലിൽ ഫോം ചെയ്തു വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളൊരു അഗൻസ്റ്റ് ദ ട്രെൻഡ്, ഒരു കോൺട്രേറിയൻ ട്രേഡിന് പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കുക. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $3945 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്വർണത്തിന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 4200, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 4310 ആയിരിക്കും. സാറിന് US മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ക്ലോസിംഗിൽ നമുക്ക് കാണാൻ സാധിച്ചത് US മാർക്കറ്റ് നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഡൗവിൽ ഇന്നലെ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. S&P 500 വരുമ്പോൾ 0.38% നേട്ടം. നാസ്ഡാക്കിലായിരുന്നു കൂടുതലൊരു നേട്ടം കാണാൻ സാധിച്ചത്. 0.9% നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും യുഎസിലെ ബാങ്കിങ് ഓഹരികളിലോട്ട് വരുമ്പോൾ എസ്പെഷ്യലി ഇന്നലെ ഒരു നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡ്മാൻ സാക്ക്, അതുപോലെ തന്നെ ഈ പറയുന്ന ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ കമ്പനികളിലേക്ക് തന്നെ ഒരു പാദഫലങ്ങൾ വന്നപ്പോൾ നല്ല രീതിയിലൊരു മുന്നേറ്റം ഈ ഒരു പാദഫലങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും IBMന്റെ ഓഹരിയിൽ 25% ഇടിവാണ് ഇന്നലത്തെ ഒരു റിസൾട്ടിനെ തുടർന്ന് IBM ഓഹരികൾ നേരിട്ടത്. US മാർക്കറ്റിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം താങ്കൾ പ്രതീക്ഷിക്കുന്ന മുന്നോട്ടുള്ളൊരു ഒരു വ്യൂ US മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്? നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ജൂൺ 3 ശേഷം നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ലോങ് ടേം ട്രെൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ഇസ് സൈഡ് വേസ്. ബട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു കറക്ഷൻ കൺസോൾട്ടേഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാസ്ഡാക്കിൽ വീണ്ടും നമുക്ക് നല്ല ശക്തമായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 28,400 പോയിന്റ്. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ ഇസ് എക്സ്ട്രീംലി ബുള്ളിഷ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അറ്റ് ദിസ് പോയിന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മേജർ സപ്പോർട്ട് 51,200. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ IBMനെ കുറിച്ച് വിഷ്ണു സംസാരിച്ചിരുന്നു. സോ നമ്മൾ IBMന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും IBMന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണുന്നത്. ആൻഡ് നമുക്ക് കറന്റ്ലി IBMന്റെ കേസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം കാണുന്നില്ല. ഇൻഫാക്ട് ഇന്നലത്തെ ഈ വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും സെഷൻസിൽ വീണ്ടും നഷ്ടം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സാർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. 0.5% തൊട്ട് മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിഫ്റ്റി 50യിൽ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. 24,000 എന്നൊരു നില എന്നാൽ കൈവിട്ടിട്ടുമില്ല. 24,052 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലെ ഇന്നലത്തെ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിഷ്ണു, ഇന്നലത്തെ ആ ഒരു നെഗറ്റീവ് ക്ലോസിനെ ഇടിവായിട്ട് വിലയിരുത്തുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് നോർമൽ സൈഡ് വേസ് മൂവ്മെന്റ്. കാര്യമായിട്ടൊരു ചേഞ്ച് ഒന്നും നിഫ്റ്റി 50യിൽ വന്നിട്ടില്ല. നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്, ഷോർട്ട് ടേം സൈഡ് വേസ് ആയി തുടരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 23,700 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും.
എങ്കിലും നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ 24,600 അതിനുശേഷം 24,900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 669 പോയിന്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 57,462 എന്നൊരു ക്ലോസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി എടുത്തായിട്ട് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? So Nifty Bank ഇൻഡെക്സിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തുടരുന്നു. ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ 56,400 ആയിരിക്കും മേജർ സപ്പോർട്ട് ലെവൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുമെങ്കിൽ 58,900 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എഗെയിൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാങ്കിങ് സെക്ടറിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന വൺ മേജർ സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഈ ഒരു സൈഡ്വേസ് കൺസോൾട്ടേഷൻ ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കണം. 990 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എങ്കിലും നമ്മൾ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1070 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ SBIയുടെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ മേജർ സ്റ്റോക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് ഇറ്റ് ഹാസ് ബീൻ ഇന്ത്യൻ ബാങ്ക്. ബട്ട് ഇന്ത്യൻ ബാങ്കിലെ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് വലിയ ലോ റിസ്കിൽ ഒരു എക്സലന്റ് ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 2-3 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 851, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 880, അതിനുശേഷം 903 രൂപയും. ആ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ മാർക്കറ്റിൽ പല സെക്ടറുകളും വീക്ക്നെസ് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്നലെ ഫാർമയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു. ഫാർമ 1% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഫാർമ നമ്മൾക്കൊരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോഴത്തേക്ക് തന്നെ വലിയ വീക്ക്നെസ് ഇല്ലാതെ തന്നെ ഒരു ട്രേഡിംഗ് തുടരുന്ന ഒരു സാഹചര്യമാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ബയോകോണിലൊക്കെ നല്ലൊരു നേട്ടം കാണാൻ സാധിച്ചിരുന്നു. 6% മുകളിലേക്ക് ഒരു കുതിപ്പ് കണ്ടിരുന്നു. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഫാർമ ഇൻഡെക്സിൽ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? സോ ഫാർമ ഇൻഡെക്സിന്റെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ ഒരു ഇൻഡെക്സിലോ സെക്ടറിലോ കാണാൻ സാധിക്കുന്നില്ല. ഇതിലുള്ള ചില മേജർ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ആദ്യം തന്നെ എന്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ മൾട്ടിനാഷണൽ കമ്പനി ആബോട്ട് ഇന്ത്യ. ആബോട്ട് ഇന്ത്യയുടെ കേസിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് 25,100 രൂപയിൽ ഫോം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 24,620 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു ഗ്ലോബൽ കമ്പനി എന്റെ ശ്രദ്ധയിലോട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഗ്ലാക്സോ. ഗ്ലാക്സോയുടെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2,480 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2,550. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സിപ്ലയുടെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 1,400 രൂപ, 1,440 ഈ ഒരു റേഞ്ചിൽ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. ലോറസ് ലബോറട്ടറിയുടെ കേസിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ലൈക്ക ലാബിന്റെ കേസിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നു വരുന്നു. നമ്മൾ ഈ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 79 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ആലംബിക്. ആലംബിക്കിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വന്നിരിക്കുന്നത്.
സാർ ഈ L&T ടെക്നോളജി സർവീസിനെ കുറിച്ചാണ് അറിയേണ്ടത്. 3293 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. L&Tയെ സംബന്ധിച്ച് അല്ലെങ്കിൽ L&T ഈ ഒരു ടെക്നോളജി സർവീസിനെ സംബന്ധിച്ച് Q1 റിസൾട്ടുകൾ വന്നപ്പോൾ ലാഭം 7.4% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനം 2.9% ഉയർച്ച രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും ഒരു ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമോ? സോ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുൻപുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും അധികം നേട്ടം നൽകിയ ഒരു ഇൻഡെക്സ് ആയിരുന്നു നിഫ്റ്റിയുടെ IT ഇൻഡെക്സ്. ആൻഡ് IT ഇൻഡെക്സിന്റെ കേസിൽ ഫെബ്രുവരി മാസം മുതൽ വെൻ ഐ സേ IT ഇൻഡെക്സ് എൻറ്റയർ IT സെക്ടറിൽ നമുക്ക് വലിയ സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ വളരെ ഓവർ സോൾഡ് റീഡിംഗ് ആ ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിക്കുന്നത്. സോ കഴിഞ്ഞ 2-3 സെഷൻസിൽ കാണാൻ സാധിക്കുന്ന നേട്ടം ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. നമ്മൾ IT ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 29,600, അതിനുശേഷം 31,600 ആൻഡ് ഫൈനലി 33,200. 33,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ സേഫ് സോണിലോട്ട് എത്തിച്ചേരാൻ പോകുന്നുള്ളൂ. കമ്മിങ് സ്പെസിഫിക്കലി ടു LTTS, നിഫ്റ്റി IT ഇൻഡെക്സിനെ പോലെ തന്നെ അണ്ടർ ടോൺ ഇസ് എക്സ്ട്രീംലി ബെയറിഷ്. ഈ ഒരു കേസിൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 2 ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസസ് ബ്രേക്ക് ചെയ്യേണ്ട. ആദ്യത്തെ 3,400, അതിനുശേഷം 3,560. ലോങ് ടേം ബുള്ളിഷായി മാറണമെങ്കിൽ 3,840 ബ്രേക്ക് ചെയ്യണം. കറന്റ് ലെവൽസിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഇസ് നോട്ട് ഫേവറബിൾ. നമുക്ക് ഈ ഒരു ടെക്നോളജി സ്റ്റോക്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നത് ഇറ്റ് ഇസ് ഡിക്സൺ ടെക്നോളജി. ഡിക്സന്റെ കേസിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ലെവലിൽ തന്നെ പൊസിഷൻ എടുക്കാം. 12,700 രൂപയുടെ ആയിരിക്കാം സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് ആനന്ദ് റാഠിയുടെ ഒരു ടേക്കാണ് അറിയേണ്ടത്. ആനന്ദ് റാഠി ഇപ്പോൾ Q1 വന്നപ്പോഴത്തേക്ക് ലാഭത്തിൽ 2.3% ഉയർച്ച, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 47.6% ഒരു വർധനവ് എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു മാർച്ച് വരെ ഒരു സൈഡ് വേസ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ശേഷം പിന്നീട് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഏപ്രിൽ തുടങ്ങി ഈ ഒരു സ്റ്റോക്കിൽ ഒരു റാലി തുടങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എത്രത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും? So Anand Rathi, Geojit, Motilal Oswal, Nuvama, ഗ്രോ മുതലായ സ്റ്റോക്കിലൊക്കെ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചക്കിടെ വലിയ നേട്ടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സെറ്റ് ഇൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇനി മാസ്റ്റക്കിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. 1719 എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ 1.7% ഇടിവാണ് മാസ്റ്റക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാസ്റ്റക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഒരു ലോങ് ടൈം ട്രെൻഡിൽ ഒരു ബെയറിഷ് ട്രെൻഡിലായിരുന്നെങ്കിൽ കൂടി ഏപ്രിൽ 26% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് നൽകാൻ സാധിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടമോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമോ? The Mastek in the case, like compared to major IT stocks like HCL Technology, TCS, etc., നമുക്ക് ഡെഫിനറ്റ്ലി ഒരു നേരിയ ആൻഡ് ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ദ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1480 സപ്പോർട്ട് ശ്രദ്ധിക്കണം. ബട്ട് മേജർ റെസിസ്റ്റൻസ് 1880, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. സാർ ഇനി അടുത്തായിട്ട് അറിയേണ്ടത് ഇപാക്കാണ്. ഇപാക്ക് പ്രഭാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 275 എന്നൊരു പ്രൈസിലാണ് ഇപാക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപാക്ക് ഏപ്രിലിന് ശേഷം നല്ല രീതിയിലൊരു നേട്ടം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് നടത്തുന്നതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മുന്നേറ്റത്തിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ടാണോ തോന്നുന്നത്? വിഷ്ണു, നമ്മൾ ഇപാക്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തുടരുന്നു. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 260 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണുവിലോട്ട് തിരിച്ചു വരുന്നതിന് മുൻപ് 1-2 സ്റ്റോക്സ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ട്രെൻഡിന്റെ ഒരു ബിസിനസ് അപ്ഡേറ്റിനെ തുടർന്ന് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വളരെ വീക്കായിട്ട് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ക്ലോസിംഗ് കാണാൻ സാധിക്കുന്നത്.
എങ്കിലും ഇത്രയും വലിയൊരു കറക്ഷനെ തുടർന്ന് എനിക്ക് തോന്നുന്നത് ട്രെൻഡിന്റെ ഒരു നല്ലൊരു വാല്യൂ എൻട്രി ലെവലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 2720 രൂപ. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ ഈ സ്റ്റോക്കിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 2960, അതിനുശേഷം 3120. മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഗോദ്റേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്. ഗോദ്റേജ് കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം വലിയ കൺസോൾട്ടേഷനാണ് നടന്നിരിക്കുന്നത്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം. 1020 സപ്പോർട്ട് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ബട്ട് നമ്മൾ ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1130 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഗോദ്റേജ് ഇൻഡസ്ട്രി ഇസ് ഔട്ട് പെർഫോമിംഗ്. ഗോദ്റേജ് ഇൻഡസ്ട്രിയുടെ കേസിൽ എസ്പെഷ്യലി ഏപ്രിൽ മാസത്തിന് ശേഷം വലിയൊരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നു. നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1200 മുതൽ 1270 രൂപ വരെ. ആ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ സ്റ്റോക്കിലും ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇനി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. 1277 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇന്നലെ 1.92% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. സർ, കഴിഞ്ഞ 2-3 മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നത് പോലെ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിന് ശേഷം ഒരു മുന്നോട്ടൊരു സാധ്യത BDL ഇപ്പോൾ ഉണ്ടോ? BDLന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ജൂൺ ഒരു മിഡിൽ മന്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് വീണ്ടും അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ലോ ലെവല് നോക്കുമ്പോഴേക്കും വളരെ മേജർ സപ്പോർട്ട് ലെവലായിട്ടുള്ള 1264 രൂപ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുമോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാതിരിക്കുക. സപ്പോസ് 1264 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 50 മുതൽ 55 രൂപയുടെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ സ്റ്റോക്കിന് വളരെ വളരെ മേജർ സപ്പോർട്ട് 1205 രൂപയിൽ കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് ആ ഒരു ലെവലിലോട്ട് ഈ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു ലോ റിസ്ക് ബൈങ് അവസരം നൽകും. ഇനി IFCയുടെ ഒരു ടേക്കാണ് അറിയേണ്ടത്. കഴിഞ്ഞ മാസത്തിലൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ എടുക്കുകയും നല്ല രീതിയിലൊരു ട്രേഡിംഗ് വോളിയം വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. 74 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത്. എന്നാൽ ആ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഒരു വീക്ക്നെസ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു 2-3 മാസത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് പതിയെ അപ്സൈഡ് എടുക്കുകയും നല്ലൊരു നേട്ടം നൽകിയുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. IFCയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? IFCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേം സൈഡ് വേസ് മാറിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ സ്റ്റോക്ക് പാറ്റേൺ എസ്പെഷ്യലി ഏപ്രിൽ മാസത്തിന് ശേഷം സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി വോളറ്റിലിറ്റി. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. പ്യോർ സ്പെക്കുലേഷൻ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 80 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. ഇനി ഇൻഡിഗോയുടെ ടേക്കാണ് അറിയേണ്ടത്. ഇന്നലെയും ഇൻഡിഗോ 2.32% ഇടിവാണ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ ടെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ ഇഷ്യൂ വന്നതിന് ശേഷം വലിയ രീതിയിലൊരു കറക്ഷൻ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഏപ്രിൽ തുടങ്ങി പതിയെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്ക് എടുത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജൂൺ മാസത്തിൽ നല്ലൊരു നേട്ടവും നൽകിയിരുന്നു, 21% ഒരു നേട്ടവും. ഇപ്പോൾ വീണ്ടും ഈ ഒരു ക്രൂഡിൻ്റെ ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വന്നതിനെ തുടർന്നൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ളൊരു സ്റ്റോക്ക് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? വിഷ്ണു, ഇൻഡിഗോ എയർലൈൻസ് ഇസ് എ ഹൈ റിസ്ക് സ്റ്റോക്ക്. ഇത് ഇൻഡിഗോ മാത്രമല്ല, സ്പൈസ് ജെറ്റ്, ഏത് എയർലൈൻ കമ്പനി ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ഒരു റിസ്കി ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ. കാര്യം ഇതിന്റെ
നമുക്കറിയാം കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും കോവിഡിന്റെ സമയത്ത് ഓൾമോസ്റ്റ് എൻറ്റയർ ഗ്ലോബൽ ലോക്ക്ഡൗൺ നടന്ന സമയത്തൊക്കെ പല ഏവിയേഷൻ കമ്പനീസും ബാങ്ക്രപ്റ്റ് പോയ ഒരു ഹിസ്റ്ററി ഉണ്ട്. സോ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4,000-5,000 ചോയ്സസ് ഉള്ള സമയത്ത് നമ്മൾ ഇത്തരം റിസ്കി സ്റ്റോക്സ് ഒക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഓൾമോസ്റ്റ് എല്ലാ ഏവിയേഷൻ കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്കൊക്കെ ഒത്തിരി കടങ്ങളുണ്ട്. സോ എവിടെയെങ്കിലും ഒരു ബിസിനസ്സിന് ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കമ്പനിയുടെ ഫൈനാൻസസും പ്രോഫിറ്റ്സിലും ഒക്കെ വലിയ തോതിലായിരിക്കും അതിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സാറിന് ഗൗഡിയം IVF എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടേക്കാണ് അറിയേണ്ടത്. ഞാൻ സ്പെല്ലിംഗ് ഒന്നുകൂടി പറയാം. GAUDIUM. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ലിസ്റ്റിങ്ങിന് ശേഷം വലിയൊരു നേട്ടം, എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ 69% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഈ ഒരു മാസത്തിലോട്ട് വരുമ്പോഴും 18% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ഡേറ്റ എനിക്കിപ്പോൾ ലഭിക്കുന്നില്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സർ, എന്നാൽ നമുക്കിനി അറിയേണ്ടത് വിക്രം സോളാറാണ്. വിക്രം സോളാർ 191 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 2025 ഇവരുടെ ഓഹരികൾ മാർക്കറ്റിലോട്ട് വരുന്നത്. പക്ഷേ അതിനുശേഷം ഒരു സമയത്ത് പോലും ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കണ്ടിന്യൂസ്ലി ഒരു ബെയറിഷ് ട്രെൻഡ് തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇന്നലെയും ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. വിക്രം സോളാർ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡേറ്റ് ചെയ്യില്ല. എങ്കിലും മാർച്ച് മാസത്തിന് ശേഷമുള്ള പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു നേരിയ സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 210 അതിനുശേഷം 230 റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. ആ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കും. ഇൻസിഡന്റ്ലി ടോട്ടലി ഡിഫറെന്റ് ഇൻഡസ്ട്രി, ബട്ട് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ സെൽ ഓഫ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു ഇക്സിഗോയുടെ കേസിൽ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ജൂൺ മാസത്തിന് ശേഷം വലിയൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ചാർട്ട്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വളരെ മേജർ റെസിസ്റ്റൻസ് ആയി ഇപ്പോൾ ഈ സ്റ്റോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ 215 മുതൽ 220 രൂപ വരെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത്. സർ, ITയിൽ നിന്ന് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ടേക്ക് കൂടി അറിയേണ്ടതുണ്ട്. ടാറ്റ എലക്സി 3697 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ഒരു ലോങ് ടൈം ട്രെൻഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രെൻഡൊക്കെ നോക്കുമ്പോഴും ബെയറിഷ് ട്രെൻഡ് തുടരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവരെങ്കിൽ എത്തരത്തിലുള്ളൊരു നിലപാടായിരിക്കണം ടാറ്റ എലക്സിയിൽ എടുക്കേണ്ടത്? ഈ ഒരു ട്രെൻഡ് തുടരാനുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത്? ടാറ്റ എലക്സിയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് 3500 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കും. അറ്റ് ദിസ് പോയിന്റ് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3500 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് പുതിയ പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, ഈ നെൽക്കോയുടെ ഒരു ടേക്ക് അറിയണം. ഏപ്രിൽ മുതൽ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ അപ്സൈഡ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കറൻ്റ്ലി 894 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? നെൽക്കോയുടെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ബട്ട് ഏപ്രിൽ മാസത്തിന് ശേഷം വന്ന് കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്ന ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആർ ബുള്ളിഷ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ 830 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 962 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി ലെമൺ ട്രീയുടെ ടേക്കാണ് അറിയേണ്ടത്. 114 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 2.45% ഇടിവാണ് ലെമൺ ട്രീ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലെമൺ ട്രീയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? ലെമൺ ട്രീ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് 99 മുതൽ 125 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തൽക്കാലം ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 132 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹോട്ടൽ സെക്ടറിൽ നിന്നും നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തു വരുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ITC ഹോട്ടൽ. ITC ഹോട്ടലിന് 170 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
ബട്ട് നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 190 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക്സ് സാർ. താങ്ക് യു വിഷ്ണു. ഇതോടെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളൊരു നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സ്വയം പഠിക്കൊപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ള ഒരു ഒപ്പീനിയൻ തേടിയതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇനി മാർക്കറ്റ് സ്കീനറാണ് എൻ്റെ കൂടെ ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.